എവിടെയും പോരുത്. ഹലോ, ഞാനിപ്പോ പറഞ്ഞു അഗൈൻ 100 out of 100 ലൈഫ് ടൈം. കേക്ക് കത്തിപ്പോയി കേട്ടോ. കേക്ക് എന്തോ പ്രശ്നം. ഇത് സൈലയുടെ മൂത്ത ചേട്ടൻ റോയ് പുത്തൻ വീട്ടിൽ. റോയ് പുത്തൻ വീട്ടിൽ എന്തൊക്കെയുണ്ട്? റോയ് പുത്തൻ വീട്ടിൽ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ഇതുപോലെ ജോണി മാമൻ ഇതുപോലെ സംസാരിച്ചു. നമ്മുടെ കണ്ണനില്ലേ, കണ്ണന്റെ ഒക്കെ മൂത്ത ചേട്ടനാണ്. ഇവന് കുറെ നാള് സിറ്റിയിലില്ലായിരുന്നു. ഇവിടുത്തെ ഇവരുടെ കാരണവരാണേ. എന്തുണ്ട് വിശേഷം? ഈ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. എന്റെ പൊന്നു ചേട്ടാ, ഈ പുള്ളിക്കാരെ കാണുമ്പോ സെയിലുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ സെയിൽ എന്താ ട്യൂഷന് പോകുന്നുണ്ട്, എന്തൊക്കെ എഴുതി പഠിക്കുന്നുണ്ടെന്നാ കേട്ടെ. അതെന്തോ സെയിൽ എഴുതി പഠിക്കുന്നത്? സെയിൽ എന്തൊക്കെയോ എഴുതി പിടിക്കാൻ വല്ല കമ്പനി പിടിച്ചെന്നാ പോരെ. ഇദ്ദേഹത്തിന് എന്നെക്കാളിലും വയസ്സുണ്ടോ? അത് പേരാണോ അതോ ഇനി ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടാ അറിയാൻ വയസ്സുണ്ടെന്ന്. പിന്നെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് അവിടെ പോയി ഇരി. അമ്മായി ഇങ്ങനെ പിന്നെ പറഞ്ഞറിയിക്കുന്ന ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പൊ ആണെങ്കിൽ വേറൊരു കോമഡി താരത്തിന്റെ കൂടാണ് ഫുൾ ടൈം. പിന്നെ എന്തൊക്കെയുണ്ട് പുത്തൻ വീട്ടിൽ റോയ് വിശേഷം? എന്ത് പറയാ ജോക്കി ബ്രോ, മലയാളം പറഞ്ഞു. ചെക്ക് കേസിനകത്തായിരുന്നു കേട്ടോ ജോക്കി. ഇത്ര നാളെ ചെക്ക് കേസിനകത്ത് വിട്ടിട്ട് ഇപ്പോഴായിരുന്നല്ലേ. നല്ല കുടുംബം. ഫാമിലി ആയിട്ട് പക്ഷേ നമ്മളിവിടെ വന്നേക്കുന്നത് ഒരു മേയറിന്റെ സ്ഥാനം തെരഞ്ഞെടുക്കാൻ ഒരാളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ടല്ലേ? അതെ, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു ജോക്കി ബ്രോ. സംസാരിച്ചു. അതായത് ജോക്കി, റോയിയുടെ ഫാമിലിയിലാണ് മറ്റേ കണ്ണനും പിള്ളേരും ഒക്കെ ഉള്ളത്. അപ്പൊ അവര് നമ്മുടെ പ്രചരണത്തിനും എല്ലാത്തിനും നമ്മുടെ കൂടെ കാണും. 10-20 പിള്ളേരുണ്ടേ. അപ്പൊ ഈ കുടുംബത്തിൽ നിന്നുള്ള വോട്ട് മൊത്തം നമുക്കാന്ന് പറയുമായിരുന്നു. അത് പിന്നെ അങ്ങനല്ലേ എന്റെ പൊന്ന് റോയ് ബ്രോ ഉള്ള വീട്ടിൽ ഇത്രയും സംസ്കാരവും ഇത്രയും സൽസ്വഭാവവും ഉള്ള ഒരു മനുഷ്യനെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഒരു മനുഷ്യനെ റീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ ആ വാക്ചാതുര്യവും നിങ്ങളുടെ ആ ഒരു ചൈതന്യമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളെ ബുദ്ധിയുള്ളവർക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. ഞാൻ ബുദ്ധിയുള്ളത് എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. ആ വോട്ട് പാഴായി പോത്തില്ലെന്ന് എനിക്ക് ഉറപ്പല്ലേ റോയ് ബ്രോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നേ? ഇത് നമ്മുടെ ഈ ഫാമിലിയിലെ 20 പേരുടെ വോട്ട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. 20 വോട്ടുണ്ടല്ലോ റോയ് ബ്രോ. ബാക്കി നമ്മൾ കൺഫേം ആണ്, അത് പേടിക്കണ്ട. അത് മാറ്റരുത് കേട്ടോ. പിന്നെ ഇവരുടെ ഗേൾഫ്രണ്ട്, കുട്ടികള്, മറ്റേവര്, ഇവര് ബന്ധക്കാര്. പിന്നെ അതുപോലെ ജോക്കി ആറ്റുകാൽ ഭാസ്കരൻ ന്യൂസ് ഇട്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഒന്ന് വായിക്കട്ടെ. ഇവരെ വായിച്ചായിരുന്നു? നിങ്ങൾ വായിച്ചായിരുന്നു? ഇവരെല്ലാം വായിച്ചായിരുന്നു. പക്ഷെ റിപ്പീറ്റ് ആയിട്ട് പേര് വന്നത് നമ്മൾ പേരിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന പോലെ മനഃപൂർവ്വം ഇട്ടതാണ്. ആൾക്കാരുടെ നെഞ്ചിൽ പതിയണമല്ലോ എന്റെ പേര്. ഈ ന്യൂസ് നമ്മൾ കൊടുത്തതല്ല, അവര് വന്ന് എഴുതിക്കൊണ്ട് പോകുന്നതാണ്. റോയ് എന്ത് വിചാരിച്ചിരിക്കുന്നത്? നമ്മൾ ആറ്റുകാൽ ഭാസ്കരനെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് ന്യൂസ് എഴുതിപ്പിക്കുന്നതാണോ? അങ്ങനെ നമ്മൾ ചെയ്യുമോ റോയ്? എന്താണ് റോയ്? അതിനുള്ള പൈസ ഒന്നും നമ്മുടെ ഇല്ല റോയ്. നമ്മൾ ചെയ്യിപ്പിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഒന്ന് ഡിഗ്രേഡ് ചെയ്യേണ്ട ആൾക്കാർ നമ്മളെ പറ്റി ഇതുപോലെ ന്യൂസ് ഇറക്കിട്ടെ. ഒരുപാട് വട്ടം നമ്മുടെ പേര് ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഡീഗ്രഡേഷൻ അല്ലേ? അല്ലല്ലോ, ഭാസ്കരൻ അതിനെല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഭാസ്കരൻ വേറൊരു കാര്യമുണ്ട് റോയ്, നമ്മൾ ഒരേ പേര് പിന്നെയും കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ പതിയത്. ആ ന്യൂസ് വായിച്ചു കഴിയുമ്പോ തന്നെ TV ജോക്കർ എന്ന് പറയുന്ന ഒരു പേര് മനസ്സിൽ ഇത് കഴിഞ്ഞു. മനസ്സിലായോ? ഇപ്പൊ തന്നെ കുറുനരി എന്ന് പറഞ്ഞ ഡോറയുടെ മനസ്സിൽ കുറുനരി വന്നില്ലേ? അതുപോലെ പതിഞ്ഞോളും പോയി. മാളൂട്ടുണ്ട് ഇവിടെ. നിന്റെ പോയിന്റ്സ് കൂടിയായിരുന്നോ മെമ്പർഷിപ്പ് എടുത്തിട്ട്? ചിഹ്നം ഇതൊരു തീരുമാനിച്ചില്ല. ചിഹ്നം അറിയിക്കുമ്പോ ഞാൻ പറയാം. ചിഹ്നം പറഞ്ഞാലേ ഇരിക്കാൻ പറ്റത്തുള്ളൊന്നുമില്ലല്ലോ. ഇലക്ഷൻ ആവട്ടെ. ഇന്നേ കുത്തിയിട്ട് എന്താണ്? ഇന്നേ കുത്തിയിട്ട് എന്തോ കാണിക്കാനാ ചെയ്യില്ല? ഇന്നേ കുത്തിയിട്ട് ഇലക്ഷൻ വരുമ്പോ എന്ത് ചെയ്യും? ഇലക്ഷൻ വരുമ്പോ എന്ത് ചെയ്യും? ചെയ്യില്ല. ഹലോ, എന്റെ സെയിലക്ക് സുഖമാണോ? സെയില പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം കുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. റോയ് ഇപ്പൊ തന്നെ വീട്ടില്ല. കെട്ടിച്ചു വിടണം കേട്ടോ. കെട്ടിച്ചു വിടണം. ജോണിയാ പറഞ്ഞായിരുന്നു. അതെ.
കുട്ടിയുടെ വഴി പോക്ക് തമിഴ്നാട്ടിലെ KSRTC ബസ് കണക്കാണ് ആക്ച്വലി. അതെങ്ങനെ ജോക്കി ബ്രോ, ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്തെ ആ കണ്ണനെയാണ് ഇവരെ എല്ലാം ഏൽപ്പിച്ചേച്ച് പോയത്. അവന്റെ നോട്ടത്തിന്റെ നടക്കുന്നത് കണ്ണനെ നടക്കാൻ കണ്ണൻ പുറകെ നടക്കാൻ താനാരുടെ രാധയോ? എന്താണ് സൈല 5-0 ആണല്ലോ സൈല. നേരിട്ട് 13-1 ഉള്ളിവടയിൽ പോയി. ഇതപ്പോ സ്ഥിര സംഭവം അല്ലേ? സൈലക്ക് അതൊരു ഇതാണ്. ഞാൻ കൂടെ ഒരു അമ്മായി ഒന്ന് സെറ്റ് ആക്കട്ടെ. എന്താ അച്ഛന് കെട്ടിച്ചു കൊടുക്കാനോ? അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൂടെ കിട്ടി കേട്ടാ. അയ്യോ എന്റെ പൊന്നു റോയ്, ഇതൊക്കെ ഒരു തമാശയല്ലേ? ഫണ്ണി ആയിട്ട് എടുത്തൂടെ? അതെ അതെ, അച്ഛനെ വിളിച്ചിട്ടില്ലേ ഫണ്ണി? പട്ടി എറിയുമ്പോ മാങ്ങി കിട്ടും. എന്തെങ്കിലുമൊക്കെ പറ അങ്ങോട്ട്. ഒരു കുടുംബത്തിലുള്ള കൊച്ചിനല്ലേ ഈ തൂക്കി വരുന്നത്? അത് നീ ചോദിക്കുന്നു മേടിക്കുന്നു. റോയ്, പുത്തൻ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരാൾ മാത്രമേ ഉള്ളൂ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തത്? ജോക്കി ബ്രോയ്ക്ക് അറിയായിരിക്കും ചിലപ്പോ. അറിയാം, അതുകൊണ്ടല്ലേ ചോദിച്ചേ. മുഴുവിപ്പിച്ചില്ല. നമ്മളെ കണ്ണനില്ലേ ജോക്കി ബ്രോയുടെ കുടുംബത്തിലെ? ഒരു മിനിറ്റ്. അല്ല, നമുക്കെന്ത് മീറ്റിംഗ്? ഇന്നലെ ഇത് തന്നെ ആവർത്തിച്ചായിരുന്നു, ഇന്ന് ചോദിക്കണം. 11:30-ക്കാണോ? എവിടെ വെച്ചാണ് മീറ്റിംഗ്? ടർഫ് ഓപ്ഷൻ ഏരിയ എന്ന് പറയാൻ മറ്റേ മീറ്റിംഗിന്റെ അടുത്തല്ലേ? ഇപ്പൊ നമ്മുടെവരെല്ലാം മറ്റേ ടർഫിന്റെ പ്രാക്ടീസിന്റെ മറ്റേ ഇതിൽ പോയേക്കുക. അപ്പൊ അതറിഞ്ഞില്ലായിരുന്നു. അത് ചോദിക്കണം. മതിയോ? ഓക്കെ. യാങ് ഡ്രസ് അങ്ങനെ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? 11:30 പോവാണോ? മസ്റ്റാണ്. ഓക്കെ. 11:30 അല്ലേ എത്തണം അല്ലേ അവിടെ? ഓക്കെ. ഒരു മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ടല്ലോ ജോക്കി. ജോക്കിയുടെ പേരോട് കൊടുക്കട്ടെ? എന്റെ പേരോട് കൊടുത്തോ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ജോക്കി, ഞാൻ അവിടെ വന്നിട്ട് ഒരു തമാശ പറഞ്ഞ് ചിരിക്കുമ്പോ താൻ ഇന്നലെ എന്റെ തമാശക്ക് പറഞ്ഞിട്ട് ചിരിച്ചില്ലായിരുന്നു. ഞാൻ കാര്യമായിട്ട് എല്ലാ തമാശക്കും ചിരിച്ചു. ഞാൻ കുറെ നാളായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. താൻ ഇന്നലെ ഒരു തമാശക്ക് ചിരിച്ചില്ല. ജോക്കി, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ശബ്ദരേഖയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ എപ്പോഴും ജോക്കി ചുമ്മാ സംസാരിക്കുമ്പോൾ ഇപ്പൊ ചിരിക്കുന്നുണ്ട്. അറിയോ ജോക്കി? അങ്ങനെ ചിരിക്കണ്ട കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കാണിക്കാന്. അത് പറഞ്ഞപ്പോ KK ജോക്കി ഒന്ന് വിളിക്കണം. KK അടിച്ചു പോയെന്ന് എന്റെ കൂടെ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നേ. ഈ മീറ്റിംഗ് ആരാ നടത്തുന്നത്? പുത്തൻ വീട്ടിൽ റോയ് ക്ഷമിക്കണം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട്. അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. മൂലക്കൂറിന് അസുഖം വല്ലതും ഉണ്ടോ? ഇങ്ങനെ ഇരുന്നിട്ട് ഇടക്കിടക്ക് ഇരിക്കുന്നു. ജോക്കി, കിലുവയുടെ നമ്പറോ? കിലുവയുടെ നമ്പർ ഉണ്ടോ നോക്കട്ടെ. കിലുവിന്റെ നമ്പർ എന്റെ അടുത്തുണ്ട്. പിന്നെ സിറ്റിയിലുള്ള എല്ലാ ആൺപിള്ളേരുടെ നമ്പർ കാണുമല്ലോ. അല്ല, ഇപ്പൊ തന്നതാ. എന്റെ നമ്പർ മാറി. എന്റെ വേറെ ആരെയും നമ്പർ ഇല്ലായിരുന്നു. വലിയ നമ്പറാണോ ചെറിയ നമ്പറാണോ? ഇപ്പൊ തന്നത് ചെറുത്. നമ്പർ പറഞ്ഞാൽ മതി. ഞാനിപ്പോ അടുപ്പിച്ച് ഞാൻ കണ്ടോ, ഞാനിപ്പോ ഒരു ദിവസം പോലും സ്ട്രീം വരാതിരിക്കുന്നില്ല. എല്ലാ ദിവസവും സ്ട്രീമാണ്. എല്ലാ ദിവസവും നമ്മുടെ ഫാമിലിയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും സ്ട്രീമാണ്. നമുക്കെന്നാ അങ്ങോട്ട് പോയിട്ട് വന്നാലോ? ഹാപ്പി ഒന്നും അല്ല മോനെ, അന്ന് പക്ഷെ ലേറ്റ് ആണ്. ഞാൻ ഇന്ന് വന്നേടാ ലേറ്റ് ആയിട്ട്. അങ്ങോട്ട് പോയി വന്നാലോ? അങ്ങോട്ട് പോയി ഞാൻ ഒന്ന് ഡ്രസ് മാറിയിട്ട് വരാം. വന്ന് ചിത്രോക്ത ഇത്തിരി ഭംഗിയൊക്കെ വെച്ച് വരുന്നുണ്ട് കേട്ടോ. വയസ്സായി വരുന്നോറും ഗ്ലോയിങ് കൂടുന്നു ഫേസിലെ. അത് അവിടുന്ന് പോയതാ. പോയി അല്ലല്ല, കേട്ടില്ല. എന്താ പറഞ്ഞേ? അല്ല, വയസ്സായി വരുന്നോറും ഫേസിലെ ഗ്ലോ കുറച്ച് കൂടി വരുന്നു എന്ന് പറഞ്ഞതാ. അത് വയസ്സായോണ്ട് തനിക്ക് കണ്ണ് കാണാത്തായിരിക്കും. എന്തായിരുന്നു ജോക്കി? എനിക്ക് ഡ്രസ്സൊന്നും ഇല്ല ഇതിനകത്ത്. ജോക്കി കൊള്ളത്തില്ല ജോക്കി. അതല്ല, മറ്റേ കേക്ക് ഇല്ലെങ്കിൽ നമ്മൾ ആ എൻട്രി എങ്ങനെ ജോക്കി? അതുപോലെ TV ഒരാൾ വേണം ജോക്കി. TVയിൽ ഞാൻ വരാലോ.
റോയ് ചായ ബാംഗ്ലൂർ വേണോ അല്ലേ? ആംഗ്രോളും വേണം, ഡ്രസ്സും വേണം. പോട്ടെ. ഏതൊക്കെ നമ്മുടെ കേക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു അതാ കഴിഞ്ഞാൽ കേക്ക് വന്നൊന്ന് വിളിച്ചു, ഒന്ന് വിളിച്ചു നോക്കി ചോദിച്ചു. വന്നോന്നറിയില്ല, നോക്കട്ടെ. ഞാൻ വിളിക്കാം. ഇയാള് വന്നിട്ടില്ല കേട്ടോ, കേക്ക് വന്നിട്ടില്ല. പിന്നെ ആരെയും മീറ്റിംഗ് ഞാൻ അറിയത്തില്ല, അത് ഷാഡോസിന്റെ മീറ്റിംഗ് ആയിരിക്കും. ഇപ്പം അയച്ചിട്ടുണ്ട്. ഞാനെങ്കിൽ അങ്ങോട്ട് പോട്ടെ. ആ. പോട്ടെ. നമുക്ക് എന്തായാലും ആ പരിസരത്തോട്ടൊന്ന് പോവാം. ദൈവമേ, എന്നെ ഊക്കുന്നവരൊക്കെ തോറ്റു പോണേ. റോയ് എന്നാ ഞങ്ങളൊന്നും അങ്ങോട്ട് പോയിട്ട് വരാം. ഞങ്ങളൊന്ന് പോയിട്ട് വരാം റോയ്. പോട്ടെ. ഈ പെണ്ണുമ്പിളയ്ക്ക് വല്ല ഭ്രാന്ത് കൊണ്ടു. എന്തിനാ പെണ്ണ് പറഞ്ഞ പാപ്പ? നമ്മളോട് സംസാരിക്കുന്നവരെല്ലാം തോറ്റു പോണേ. നമ്മളൊന്ന് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നു. പരീക്ഷയ്ക്ക് പോയിരിക്കും. നമ്മളെന്തോ ഇതല്ലേ വിശ്വസിച്ചില്ലേ നമ്മളങ്ങനെ. ചില സമയത്ത് കഷ്ടം തോന്നി. ചില സമയത്ത് കഷ്ടം തോന്നും. പക്ഷെ ഇങ്ങനത്തെ ഓരോ